അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ പറയലുണ്ടായിരുന്നു അനിയത്തി പ്രഗ്നൻ്റ് ആണോ അപ്പോൾ ഇന്ന് അതിൻ്റെ റിവ്യൂലും കൂടിയാണ്. സംഭവം എന്താ വെച്ചാൽ അന്ന് 7ാം മാസത്തെ ചടങ്ങ് കേട്ടോ. അനിയത്തിനെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ മാത്രമല്ല, അനിയത്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് വെക്കാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ രസമാവുമല്ലോ എന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ആ വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ ഇന്നലെ ഞങ്ങൾ നമ്മൾ ഈ സെറിമണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കും. അതിന് വേണ്ടിയിട്ട് പിന്നെ അമ്മക്ക് ഒരു ചുരിദാർ മാറ്റി വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ആദ്യം കണ്ടിട്ട് വരും. എന്നിട്ട് നമുക്ക് ഈ 7ാം മാസത്തെ ചടങ്ങ് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ, അതായത് അനിയത്തി വീട്ടിൽ എത്ര വരെയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഷോപ്പിംഗ് വീഡിയോ പോയി കണ്ടിട്ട് വരും. എന്നിട്ട് ബാക്കി ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബേക്കറി ഐറ്റംസും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഉമ്മ ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നാണ് ശനിയാഴ്ച. അങ്ങനെ ഞാനും ഉമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് ഉമ്മ കുന്നുമ്മക്ക് പോകട്ടെ. ആദ്യം പോണത് ഉമ്മാൻ്റെ ഒരു ചുരിദാർ മാറ്റിക്കണ്ടായിരുന്നു. ലേഡീസ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ഷോപ്പിൽ നിന്ന് കേട്ടോ. പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. മോഡേൺ ആയിട്ടും എത്നിക് ആയിട്ടൊക്കെ നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് കേട്ടോ. നല്ല ബിഹേവിയർ ആണ് അവർക്ക്. അങ്ങനെ ഈ ഒരു മെറൂൺ കളറുള്ള ഡ്രസ്സ് മാറ്റിയിട്ട് എടുക്കാൻ പോയതാണ്. ആദ്യം ഇത് ട്രൈ ചെയ്തു. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എവിടെയോ ഒരു ടൈറ്റ് തോന്നിയോണ്ട് നമ്മൾ ഈ ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തപ്പിയതിന് ശേഷമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സ്റ്റോറില്ലേ കുന്നുമ്മ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള കുറേ ബേക്കറി ഐറ്റംസ് എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തിനെ കാണാൻ പോകണമെന്ന് വെച്ചിട്ട് ഒട്ടും കുറച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ ഒരു ബോക്സിലാക്കി വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അവിടെ ജിലേബി, ഹലുവ, ലഡു അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോൽമണ്ണുള്ളൊരു ബേക്കറി ഷോപ്പുണ്ട് വലുത്, അവിടെ പോവാം കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും എല്ലാവരും ഓട്ടോയിൽ കയറിയിട്ട് പോവാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നല്ല ദാഹം ഉണ്ടിട്ട് എനിക്ക്, ഞാൻ ഇവിടുന്നേ കുറച്ച് വെള്ളം കിട്ടിയെന്നെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മൾ കയറിയ ആ കടയിൽ ലൈം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2 ലൈം വാങ്ങിയിട്ട് ഞാനും ഉമ്മയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സേനുവിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ദാഹമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ലാഗ് അടിപ്പിക്കണില്ല, ആ വീഡിയോ കണ്ടുവന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് എന്തായിരുന്നു 7ാം മാസത്തെ ചടങ്ങിന് എന്തൊക്കെ ഉണ്ടായി അന്നത്തെ ഒരു ഡേ മൈലേക്ക് പോലെയൊന്നും പറയാൻ പറ്റില്ല. ഒരു ഉച്ച 12 മണിയാകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ കയറണം എന്നായിരുന്നു. അപ്പോൾ ആ സമയം വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കാണാൻ, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടോളിട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും എത്തിയതിനു ശേഷം ഒരു 10:15 ആയപ്പോഴായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങുന്നതിന് മുന്നേ ഉസ്താദ് ഒന്ന് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ ഇറങ്ങുക. അങ്ങനെ ദുആചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 കാറിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു കാറിൽ ഞാനും അളിയാക്കിയും താത്തയും ഹസ്ബൻഡും ആയിട്ടുണ്ടായിരുന്നത്. മറ്റേ കാറിൽ മൂത്തമ്മയും മൂത്താപ്പയും മൂത്തമ്മാൻ്റെ ആങ്ങളെയും പിന്നെ ചെറുപ്പിയും മുജീബാക്കിയും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉസ്താദ് സ്കൂട്ടിയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെ കയറാൻ പറഞ്ഞിട്ട് ഉസ്താദ് സ്കൂട്ടിയിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. കാരണം നമ്മൾ അനിയത്തിനെ കെട്ടിച്ച വീട്ടിൽ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ചെറിയ റോഡാട്ടോ. അവിടേക്ക് കാറൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അനിയത്തിന്റെ വെഡിങ് വ്ലോഗ് കണ്ടവർക്ക് ഈ വഴി മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പോയത് ഈ റോഡ് കൂടിയാണ്. അങ്ങനെ കുറച്ച് നേരം നടന്നിട്ടാണെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയിടാൻ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അനിയത്തിൻ്റെ അടുത്ത് പാത്തും അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ജെയിനും കയറി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. 3 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറോട്ട, പത്തിരി, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി, പിന്നെ അതിലേക്കുള്ള സാലഡ്, അച്ചാർ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ട്രിപ്പിൽ ആണുങ്ങളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ആണുങ്ങളാണ് ആദ്യത്തെ ട്രിപ്പിൽ ഇരിക്കുക, പിന്നെ ബാക്കി വന്ന പെണ്ണുങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ ഒരു ഇന്ന് ഫുഡ് കഴിച്ചു. 2ാമത്തെ ട്രിപ്പിൽ നമ്മൾ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ വീഡിയോ അധികം ഒന്നും ഇല്ലട്ടോ, കാരണം വീഡിയോ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹലുവയും കഴിച്ചിട്ട് അതങ്ങോട്ട് അവസാനിപ്പിച്ചു. പിന്നെ അനിയത്തി നിസ്കരിച്ച് റെഡി ആവാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മുല്ലപ്പൂവൊക്കെ ഉണ്ടാവുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ അവളെ നാത്തുകൾക്ക് മുല്ലപ്പൂവൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നോൾ ഡ്രസ്സ് ഒരു ലൈറ്റ് ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്ന് അറിയാത്തൊരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കോട്ടൻ്റെ ഒരു ഡ്രസ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ചെറിയ ഫോട്ടോ എടുക്കലാണല്ലോ, പിന്നെ ഇറങ്ങി പോവാം. അങ്ങനെ നമ്മൾ ഏകദേശം ഇറങ്ങാൻ ടൈം ആയപ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് എടുക്കാൻ വെച്ചിട്ട് ടെറസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ ഞാൻ വേറെ ആയിട്ട് ആഡ് ചെയ്യണില്ല. പിന്നെ ഫസ്റ്റ് കുറച്ച് ഫോട്ടോസും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാനുള്ള മടിയോണ്ടാണ് ഗൈസ്.
അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ ശേഷം സാധനമൊക്കെ കൊണ്ട് താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഇനി സാധനം കൊണ്ട് ദുആ ചെയ്യിക്കുക, എല്ലാവരോടും യാത്ര പറയാ പോവുക, അത്ര കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ കാക്കുണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താ കേട്ടോ. അങ്ങനെ അനിയത്തി പോയി ഇരുന്നിട്ടുണ്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞേക്കിന് നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങും. അതാട്ടോ ഇങ്ങനെയുള്ള ചടങ്ങ്. എല്ലായിടത്തും ഇങ്ങനെ ആവും. ഞാൻ അങ്ങനെ വിശദീകരിച്ച് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആർക്കും അറിയാത്തുണ്ടെങ്കിൽ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവേണ്ട വെച്ചിട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഓരോന്നും അത്ര കംഫർട്ടബിൾ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഓരോ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനവും എടുത്ത് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി എല്ലാം കാറിൽ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകട്ടോ. വീട്ടിലെത്തിയ ഉടനെ അനിയത്തി ഇറങ്ങണത് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ബാക്കത്തെ കാറിലായിരുന്നു. ഫ്രണ്ടത്തെ കാറിൽ എത്തിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇറങ്ങണ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.